ഇന്ന് നമുക്കേ ഒരു പ്രത്യേക ടേസ്റ്റിലേ പൊക്കവട ഉണ്ടാക്കി നോക്കിയാലോ. കോളിഫ്ലവർ കൊണ്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ, ഞാൻ ഇട്ട് കൊടുത്തില്ല. പിന്നെ ഒരു 5 മിനിറ്റ് അടച്ച് വെക്കുക. അന്നേരം നമുക്ക് മസാലക്കൂട്ട് തയ്യാറാക്കാം. ഒരു 2 പച്ചമുളക്, 4 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, വലിയ ജീരകം, പിന്നെ മല്ലിയില എല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കുക. അതിൽ കുറച്ച് 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. 1.5 ടീസ്പൂണ് കോളിഫ്ലവറിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഒരു മുട്ട പൊട്ടിച്ച ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കുക. പിന്നെ മൈദപ്പൊടി 1 ടീസ്പൂണ്, അരിപ്പൊടി 1 ടീസ്പൂണ് അതും ഇട്ട് നല്ലപോലെ ഇളക്കിയ ശേഷം കോളിഫ്ലവർ ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി അതിൽ 2 ടീസ്പൂണ് തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങ ഇട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് പറയാം, നല്ലൊരു മണം കിട്ടാനാണ്. അതിൽ എണ്ണയിൽ മൂത്ത് വരുമ്പോൾ നല്ലൊരു മണം കിട്ടും കേട്ടോ. പിന്നെ ഇവിടെ കളർ വേണം നിങ്ങൾക്ക് ചേർക്കാം, ഞാൻ കളർ ചേർക്കുന്നില്ല. ഇവിടെ കബാബിൻ്റെ ഇറച്ചി മസാലപ്പൊടിയില്ലേ, ചിക്കനൊക്കെ ഇടുന്ന ആ ഇറച്ചി മസാലപ്പൊടിയാണ് ഇടുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ കൂടുതൽ എരിവുണ്ടാവും, അതുകൊണ്ടാണ് മുളക് പൊടി ഇടണ്ടെന്ന് പറഞ്ഞത്. എന്നിട്ട് നല്ലപോലെ ഇളക്കിയ ശേഷം ഒരു അരമണിക്കൂർ മാറ്റി വെക്കുക. പിന്നെ ഒരു പാത്രത്തിൽ എണ്ണ ചൂടായ ശേഷം നമുക്ക് ഓരോന്നായിട്ട് വറുത്ത് കോരിയെടുക്കാം കേട്ടോ. പിന്നെ മൂത്ത് വരാനാകുമ്പോൾ ഒരു 2 പച്ചമുളക് കീറിയിടുക. പിന്നെ കരിയാപ്പിലയും കുറച്ചിടുക. എന്നിട്ട് നല്ലപോലെ 2 ഭാഗം തിരിച്ച് മറിച്ചിട്ട് നല്ല മൂത്ത് പൊക്കവടേൻ്റെ രൂപത്തിൽ വരുമ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലെടുത്ത് മാറ്റി അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കിയാൽ 4 മണിക്കൊക്കെ നമുക്ക് കഴിക്കാൻ നല്ല ചായക്കൊക്കെ പറ്റിയ ഒരു പൊക്കവടയാണ്. തട്ടുകടയിലൊക്കെ കിട്ടില്ലേ, അതിൻ്റെ അതേ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യും കേട്ടോ. ഓക്കേ.